പൂക്കാട്ടിയൂർ ലിഖിതങ്ങൾ. മഹാദേവ സ്വാമിയുടെ ഗഗന ത്രികുടുംബ സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. ഞാൻ അത് മുഴുവൻ കവിത മുഴുവൻ വായിക്കണില്ല. എന്തായാലും അതില് ഒരെണ്ണത്തില് ഒന്ന് മാത്രം അതില് ധനാർത്ഥധിയ ശ്രീപുത്ര ജിതസു മുത്തീഞ്ഞാഴല് അഥ ഉമാസാമിസ ഈഴ് മുമ്മു തളിടസ്യുസ്യു തുടർജത്തുളുട ഉടതാലീടു യുഗചിത്രരതിയിലു അർദ്ധധവള ജഡലാസ്ഥിതമഥ യമജയ നഥിത്തധരര മുരാരിരത ലഥലില്ലറുത ശതവിശ്വപുര രജസജില മാത്രധര ശിഖിസ്ഥദാസി ശരരുരുകര ശിഖി ശതദാസി ശരരുരുകര എന്നും വായിക്കാട്ടോ. തുദധര ശതദശ ധീവര രുചൂട ഉദരശദാശ ധീവര ചൂട എന്നും വായിക്കാം. ഇങ്ങനെയുള്ളൊരു ഒന്ന് കണ്ടു. ഇതിനെപ്പറ്റി മാത്രം അതിനെപ്പറ്റി മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അത് പുറപ്പാട് മല്ലാരി, തേരുമല്ലാരി, തീർത്ഥമല്ലാരി ഇവയുടെ മൂന്നിന്റെയും താളങ്ങൾ ഇതിൽ ഉണ്ട്. ഇതിൽ ചൊൽക്കെട്ടും കൂടെ കൂട്ടിച്ചേർത്ത് നൃത്തം വെച്ച് നോക്കുക. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നൃത്തം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇത് നൃത്തം അറിയുന്നവർ ഒന്ന് ചെയ്തു നോക്കുക, അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിൽ ആദ്യത്തെ ലിഖിതത്തില് മഹാദേവ മാധവ സ്വാമിയുടെ ഗഗന ത്രികുടുംബ സ്ഥലം എന്ന് പറഞ്ഞിടത്ത് ഈ പൂക്കാട്ടിയൂരിൽ വിഷ്ണുവും അർദ്ധനാരീശ്വര രൂപത്തിലുള്ള ശിവനും രണ്ടും ഉണ്ട്. അപ്പൊ ത്രികുടുംബം തന്നെയാണ് അത് ശരിക്ക്. ചൂലാലി ഹൈമി സുന്ദരി ആയുര്യാർത്ഥം പ്രജാർത്ഥം നിർദ്ധന നിർഗുണ നിത്യനിർവാണ മദലഹരി കൊണ്ടവന്റെ ലലാടപദം സ്വീകരിച്ചു എന്നുള്ള ദ്വയാർത്ഥത്തില് അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ സ്വീകരിച്ചപ്പോ ചുഞ്ചുനു ചുഞ്ചുലു എന്ന് ചിലങ്ക കിലുക്കുന്ന ആയ് വധുവിന്റെ നാദം കേട്ട് ലവലീശ്വരൻ പറഞ്ഞു, ഈ നാദം ലലാടത്തിൽ കേൾക്കുന്ന ദശവിധ നാദം യോഗികൾ കേൾക്കുന്നത് എന്ന അർത്ഥത്തിലും നർത്തകിയുടെ ചിലങ്ക കിലുങ്ങുന്ന ഒണമട്ടോപ്പിയാണല്ലോ ചുഞ്ചുന്നു ചുഞ്ചുലു എന്നുള്ള നാദം. അതും കേട്ട് രണ്ടുമായിട്ടും ദ്വയാർത്ഥത്തിലെടുക്കാം. അപ്പൊ എന്താ വിളിച്ചത്? ചെഞ്ചുരുണി. ചെഞ്ചുരുണി എന്ന് പറഞ്ഞാൽ അരുണവർണ്ണയായ ദേവി എന്നും അർത്ഥമുണ്ട്, ചെഞ്ചുരുണി തലത്തിലെ ദേവി എന്നും അർത്ഥമുണ്ട്. ചെഞ്ചുരുണി ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു ഗുഹാക്ഷേത്രം നിൽക്കുന്ന സ്ഥലമാണെന്ന് ഓർക്കണം. ചെഞ്ചുരുണി ഈശ്വരസ്വാമിനിയുടെ രജസ്സിൽ ശുക്ലഹോമത്തിന് നാവാസ്വാമിക്കുള്ള ഹസ്, അത് പകലിലെ ഹോമം. കാഴഞ്ചിന് 32 എള്ള് വിളയുന്ന ഭൂമിയും ആണ്ടു മുഴുവൻ ശകപല്ലവ പശും പൊൻതാല നീരാടുന്നതിന് അത്രേ ആ ലിഖിതത്തിലുള്ളൂ. അവിടെ നിർത്തിയിരിക്കുക, ബാക്കി കാണുന്നില്ല. അപ്പൊ ഇത് ദ്വാശ്രയ കാവ്യ രീതിയിൽ ഒരേ വാക്കിൽ രണ്ട് കാര്യം പറയുന്ന രീതിയാണ്. ടെല്ലിംഗ് 2 സ്റ്റോറീസ് സൈമിൾട്ടേനിയസ്ലി ഡെലിബറേറ്റ്ലി യൂസിംഗ് ദ സെയിം വേർഡ്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ മോർ ദാൻ വൺ വേ. ഇങ്ങനെയുള്ള അർത്ഥം വരും. പൂവനദേവസ്വാമിയുടെ അല്ലെങ്കിൽ പൂക്കാട്ടിയൂർ ദേവസ്വാമിയുടെ ഗഗന കുടുംബ സ്ഥലം. വെണ്ണ നെയ്യ് ചേർത്ത് വേവിച്ചരി മുന്നാഴി ഉരി വെള്ളനേദ്യം നീർധാര വെണ്ണ 36 സ്വാമിക്ക് വയ്യണ ഭൂമി അഥവാ വയ്യകത്തിന്റെ അളവിൽ നിന്ന് 33 ന്യൂനം കുറവ് ഈശ്വരസ്വാമിനിയുടെ ഭരണി ഉത്സവത്തിന്. സൂര്യന്റെ അണു രജസ് അല്ലെങ്കിൽ പൊടി, ശുക്ലം രേതസ്, ബ്രഹ്മാണിനിയുടെ സരസ്വതിയുടെ നാവായ വാക്ക് നാവാമുകുന്ദസ്വാമിക്ക്, ഹരശുക്ലം ഹരിരജസ്സിൽ ഹ്ര എന്ന വാക്ക് അഹസ് കഴഞ്ചിന് 32 എള്ള് വിളയും ഭൂമി. സ്വർണ്ണ നദി എന്നാണ് പറഞ്ഞത്. സ്വർണ്ണതി എന്ന് പറഞ്ഞാൽ പൊന്നാനി അല്ലെ. പൊന്നാനിയിൽ ആണ്ടു മുഴുവനും ശകപല്ലവ പൊൻതൃത്താലീയത്തിൽ, തൃത്താലീയം തൃത്താലയില്, പൊന്നാനി തൃത്താല ആവണ സത് എന്നാണ് അവിടെ ഇരിക്കുന്നത്. സദസ് ശതശതം യാഗം ചെയ്ത ശതകർണിമാരുടെ സഭ എന്നുള്ള അർത്ഥത്തിലും അതിനെ വായിക്കാം. പിന്നുള്ളൊരു ലിഖിതത്തില് ഗോശ്രീ മേർക്ക് പടിഞ്ഞാറ് ത്രിഭുവനത്തിൽ വേണയിൽ ഹൃദ്സാഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസദ് പരിഷത്ത്. അഥ മംഗളവാക്യം ആ ഊർണിയിൽ, അഥ അസ്യ ഊർണ്യ എന്നാണ് വാക്ക്. ആ അഥ മംഗളം ആ ഊർണിയിൽ, അസ്യ ഊർണ്യ അപ്രകാരം 100 യാഗം ചെയ്തവരുടെ ആ ഊരണിയിൽ വെളിവിത്ത് തേവർക്ക്. ഈ ഊരണി എന്ന് പറയുന്നത് ഊരണി ഗ്രാമത്തിനെ ആണോ എന്ന് പറയണമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇങ്ങനെ വാക്കിനോട്ടൊരു പൊരുത്തം കാണാണ്ട് 100 യാഗം ചെയ്തവരുടെ ആ ഊരണിയിൽ വെളിവിത്ത് തേവർക്ക് നല്ലു സഭയിൽ വെച്ച്, നൽവി അല്ലെങ്കിൽ നല്ലു സഭയിൽ വെച്ച് പേകവി
പേ കവിവേർ കവിവേർ തമിഴ് തെലുങ്കിലാണ് കവിവേരു എന്ന് പറയാ. പേ കവിവേര് ആയ വർണ്ണയാള ലവണന്റെ ആണ്ട് 791 പശ്ചിമത്തിൽ വേലുനന്ദം അഥവാ വേലുപന്തം എന്ന വൈലസ്ഥാനത്ത് 2311 മേടം 12 കന്നിവ്യാഴം 22 ആകാശത്തിൽ മേൽത്തൂണുകളായിരിക്കുന്ന 27 ഗണകന്മാരിൽ 73 ആവർത്തി കഴിഞ്ഞ് 19ാം നക്ഷത്രത്തിൽ മൂലം കഴിഞ്ഞ് പൂരാടത്തിലെ ആകാശത്തിൽ 013 നാഴിക വെളുപ്പിന് 1 വിനാഴിക മുടിഞ്ഞ് വീണാവേണു മേളനത്തോടെ നീലി നദിയുടെ താഴത്തെ കരയിൽ അക്ഷൗഹിണിപ്പടയോടെ സുരന്മാർ, അതായത് ഭൂസുരന്മാര് ശൃംഗാംബാ സമേതനായ ശിവനെ ദർശിച്ചു എന്നാണ്. ശ്രീവത്സ ഗോത്രത്തിലെ അത്യതുല്ലി ദണ്ഡക അയ്യ എന്ന അഥർവാംഗിരസ ഗോത്രജ, വേണയിലെ ഐന്തിണ, മൃഗപക്ഷി ശിഖി നാഗ സകല സ്ഥലജലത്തിനും ഇരുഭൂമിക്കും ദ്വിജധരണി ഛത്രാധിപതിയായ ചന്ദ്രവംശജന്റെ മേലകം മഹാഗൃഹം പെരുമ്പടപ്പ് എന്നൊരൊപ്പും. ഈ രണ്ടിലും സംഗീത നൃത്തവാദ്യ പരാമർശങ്ങളുണ്ട്, കവിത്വമുണ്ട്, ദ്വാശ്രയ കാവ്യരീതിയുണ്ട്, ശ്ലേഷമുണ്ട്. യോഗത്തിലെ ദശവിധ നാദമുണ്ട്, സംഗീത നൃത്താദികളിലെ നാദമുണ്ട്. ചുഞ്ചുലുവിൽ തോണോ മറ്റോപ്പിയ കാണുന്നുണ്ട്. ചെഞ്ചുരുണി, നാവ, നീലി അല്ലെങ്കിൽ പൊന്നാനി എന്നും പേര്, തൃത്താല, വേണ, പെരുമ്പടപ്പ്, വയ്യകങ്കായല്, പുഞ്ചനലം ഇവിടെ എല്ലാം പരാമർശമുണ്ട്. ഭുവനസ്വാമി എന്ന പൂക്കാട്ടിയൂരിന്റെ പേരുണ്ട്. വഴിപാട് കണക്കുകളുണ്ട്, കാലഗണനയുണ്ട്, പൂകാട്ടുന്ന ദേവദാസിയുടെ കർമ്മമുണ്ട്. ഇത്രയും പോരെ നമുക്ക് ഹിസ്റ്ററി മനസ്സിലാക്കാൻ? ലൗലീശൻ ആരാണ്? ഇപ്പൊ ഇതിലൊരു ലൗലീശനെ പറ്റി പറഞ്ഞല്ലോ. 28ാം യുഗാവർത്തന കാലത്ത് ശ്രീകൃഷ്ണൻ അവതരിച്ചപ്പോ ശിവൻ ലഘുലിൻ എന്ന മഹേശ്വര ബ്രഹ്മചാരിയായിട്ട് ശ്രീകൃഷ്ണ ലീലകൾ കാണാൻ വേണ്ടി അവതരിച്ചു. അദ്ദേഹം ലഗധൻ എന്ന പേരിൽ ഭൃഗുകച്ഛത്തിൽ തപസ്സു ചെയ്തു. ലഗധ ജ്യോതിഷമുണ്ടാക്കി. 4 പ്രശസ്ത വംശങ്ങളിലെ 4 പേരെ അദ്ദേഹം ശിഷ്യന്മാരായി സ്വീകരിച്ചു, മഹേശ്വര യോഗികളാക്കി വളർത്തിയെടുത്തു. അതാണ് യോഗ്യാദ്രി സമ്പ്രദായം എന്ന് പറയുന്നത്. ഈ വളർത്തിയെടുത്തവരിലെ ഈ 4 വംശക്കാരെ, ഒന്ന് കുശികൻ, ഒന്ന് മിത്രൻ, ഒന്ന് ഗർഗൻ, ഒന്ന് കാരൂഷൻ. ഇതിലെ മിത്രന്റെ വംശത്തിലാണ് മൈത്രകന്മാരുടെ വല്ലഭിവംശം പെടുന്നത്. പടിഞ്ഞാറൻ തീരത്തെ ശിവാരാധകന്മാരാണിവര്. ഇവര് യാദവ മൂഷക വംശജന്മാരുമാണ്. ചെഞ്ചുതരുണി എന്നത് കേരളത്തിലെ അതിപ്രാചീനമായ യാദവ വംശക്കാരുടെ ഗുഹാഗൃഹമാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ ദണ്ഡധരനായ യമന്റെ അഥർവണാങ്കിരസമായ ധർമ്മനീതി നടത്തുന്ന സ്ഥലമായി വാസ്തു കരുതുന്നു. അവിടെ നിന്നുള്ള ദേവി അയ്യ എന്ന വാക്കിൽ വാസ്തുവും താന്ത്രിക ജ്ഞാനവും വൈദിക ജ്ഞാനവും കലർന്നിരിക്കുന്നു. ഇനി വേലുനന്ദം അല്ലെങ്കിൽ വേൽഫന്തമേ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വൈലസ്ഥാനം, ഇത് ഋഗ്വേദം 1:133 പറയുന്ന വൈലസ്ഥാനമാണ്. ഇതിനെക്കുറിച്ച് പുറനാനൂറിൽ 201ാമത്തെ പുറം ഇരുങ്കോവേലിന്റെ അല്ലെങ്കിൽ ഇരുക്കുവേലിന്റെ 49 തലമുറ മുമ്പ് മുതലുള്ള സകല പൂർവികരും വാണകോട്ടയും അക്ഷൗഹിണി സേനയും ഒക്കെ ഈ പ്രശസ്ത നഗരത്തിലാണുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അക്ഷൗഹിണിയുടെ നിളയുടെ താഴത്തെ തെക്കേക്കരയിലെ ഈ അക്ഷൗഹിണിപ്പടകളോടുകൂടി ഭൂസരന്മാരും ചക്രവർത്തിയും ഐന്തിണക്കാരും എല്ലാം ചേർന്ന് ശൃംഗാംബാസഹിതമായ ശിവനെ കണ്ടു എന്ന് പറയുമ്പോൾ എത്ര പഴയ കഥയാണ് അവരോട് പറയുന്നത്. എഴുതപ്പെട്ടത് ഏത് വർഷത്തിലായാലും പറയുന്ന കഥ വളരെ വഴക്കമുള്ള കഥയാണ് അല്ലേ, ഒരു രേഖയാണത്. വീണയും വേണുവും വാദ്യഗീത നൃത്തഘോഷവുമായിട്ടാണ് ആ ഉത്സവം നടന്നത് എന്നും പറഞ്ഞിരിക്കുന്നു. മേടം 12 ആകേതുകൊണ്ട് വിഷുപ്പത്ത് കഴിഞ്ഞ ഉടനെയാണ്. മേടം 10 ആണല്ലോ വിഷുപ്പത്ത്, അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ വ്യാഴം നിൽക്കുന്നത് കന്നിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ കന്നിയിൽ 22 ഡിഗ്രി ചെന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ചിത്ര നക്ഷത്രത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അശ്വതിയിലാണ് സൂര്യൻ നിൽക്കുന്നത്, വ്യാഴം ചിത്രയിലാണ് നിൽക്കുന്നത്. മേടത്തിൽ അശ്വതിയിൽ സൂര്യൻ, കന്നിയിൽ ചിത്രയിൽ വ്യാഴം. ചന്ദ്രനോ ധനുവിൽ പൂരാടത്തിൽ, അതും പറഞ്ഞിട്ടുണ്ടല്ലോ. മേടഭരണിക്ക് 2 ദിവസം മുമ്പാണ് ഈ ശിവദർശനം ഉണ്ടായിരിക്കുന്നത്. ഭരണി തുടങ്ങണതിന്റെ 2 ദിവസം മുമ്പാണ് ഭരണി ഉത്സവത്തിന്റെ 2 ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പൂരാടത്തിലെ ചന്ദ്രൻ ഭരണിയിലെത്താൻ, അതായത് അമാവാസിയാവാൻ 9 ദിവസം ബാക്കിയുണ്ട്. കലിയുഗം 2311 ഇരുങ്കോവേലിന്റെ പൂർവികർ ഈ സമ്മേളനം നടത്തിയത് എന്ന് പറയുമ്പോൾ BC 3102 തന്നെ അവരുണ്ടാവണം.
കലിയുഗം BC 3102 2311 വർഷം കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ BC 791 ആണ് ഈ ലിഖിതം എഴുതപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ ലിഖിതത്തിൽ പറയുന്ന ഈ സംഭവം അവിടെ രേഖപ്പെടുത്തുന്നത്. പുറനാനൂറ് കാലത്ത് നിന്ന് തന്നെ 1000 വർഷം മുമ്പ്, പുറനാനൂറ് എഴുതുന്നതിന്റെ 1000 വർഷം മുമ്പാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ കാലഗണന ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ. അപ്പൊ അന്ന് ദേവദാസികൾ പാടി ആടിയ കൗതുകത്തിൽ നിന്ന് ഒന്നാണ് ഇവിടെ കണ്ട ഇത് യമജയഹ എന്ന് ആ കവിത്വത്തിൽ കണ്ടതുകൊണ്ട് ദക്ഷിണ ദിക്കിലെ ദണ്ഡധരനായ മഹിഷവാഹനനായ യമനാണ്, യമരൂപത്തിലുള്ള ശിവനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതേ സമയത്ത് കയ്യിൽ ധരിച്ചിരിക്കുന്നത് ദണ്ഡല്ല, രുരുവാണ്, മാനാണ്. ശിഖിയുണ്ട്, സർപ്പം. രജസ ചിന്മാത്ര എന്ന് പറഞ്ഞാൽ എന്താ? അഗ്നിമുദ്ര, മാനും അഗ്നിയും ചുറ്റും സർപ്പവും ധരിച്ചിട്ടുള്ള അഥർവാംഗിരസ മഹാദേവ മഹേശ്വര യോഗിയെയാണ്, ത്രിപുരദഹനനായ ശിവനെയാണ് അവിടെ യമധർമ്മനായിട്ട് വർണ്ണിച്ചത്, ത്രിപുരാന്തകമൂർത്തിനെയാണ് വർണ്ണിച്ചത്. പിന്നെ അവിടെ അതിൽ മുരാരിരഥ എന്നൊരു വാക്ക് പറഞ്ഞു. അതായത് വിഷ്ണുമോഹിനിയിൽ രതിപൂണ്ട് ഹരിഹര രൂപധാരിയായിട്ടാണ് അർദ്ധനാരീശ്വരനായിരിക്കുന്നത്. പൂക്കാട്ടിയൂരിലെ വിഷ്ണു ശിവന്മാരുടെ ഇരട്ടക്ഷേത്രമാണ്, അതിൽ അർദ്ധനാരീശ്വര രൂപവുമാണ്. അപ്പൊ ആ ഹരിഹര രൂപം ആണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അത് പൂർണ്ണ യമനല്ല, യമനെ പോലെ ദണ്ഡ് ധരിച്ചിട്ടില്ല. 100 യാഗം കഴിച്ച് 100 ദിക്കിലും സഞ്ചരിച്ച ധീവരനും, ധീവര സമുദായം എന്ന് പറഞ്ഞാൽ ധീവരനാണ്, അനേകം നാവികൻ, അനേകം ദേവദാസിമാരുടെ അധിപനാണ്. 100 വിഷുവപുരങ്ങളിൽ സൂര്യ തേജസ്സാകുന്ന ചിന്മാത്ര രജസ് തൂകിയവനാണ്. ഉമാസ്വാമിയും അർദ്ധനാരീശ്വരനും സകലകലാവല്ലഭനും ദണ്ഡധർമ്മ നീതിസ്ഥാപകനുമായി വിഷ്ണുവിനോടും ഗൗരിയോടും കൂടി തന്മയിച്ചിരിക്കുന്ന ആ ഹരിഹര രൂപനായിട്ടുള്ള ശിവനാണ്. ദേവിയുടെ ഭരണി ഉത്സവം വരാനിരിക്കുന്നതേയുള്ളൂ. ചിത്രാ പൗർണമിയും വസന്തത്തിലെ യാഗവും കഴിഞ്ഞ്, ഒരു ചിത്തിരൈക്കൂടൽ എന്ന് പറയുന്നത് കഴിഞ്ഞ് ആണ് സമ്മേളനം ഉണ്ടായിരിക്കുന്നത്, അഥവാ ഈ ലിഖിതം പുറപ്പെടുവിച്ചതും സ്ഥാപിച്ചതും. ചൈത്ര വൈശാഖങ്ങളിലെ വസന്തോത്സവം, നവരാത്രി, അതിരാത്രാദി യജ്ഞങ്ങൾ ഇവയുടെയൊക്കെ കാലത്താണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ള ആ കാലഗണനയും തന്നിട്ടുണ്ട്. ഉമാസ്വാമിയുടെ 7-3 എന്ന് പറഞ്ഞാൽ 21 തളിയിലെ ജനങ്ങളും ആ യുഗാദിയിലെ ചിത്തിരക്കൂടൽ എന്ന ചിത്രരതിയിൽ ജടയിൽ ധവള നിറമായ അർദ്ധചന്ദ്രനെ ചൂടിയ യമധർമ്മ നീതിസ്ഥനായ ശിവന്റെ ഉമയിലും മുരാരിയിലുമുള്ള ചിത്രരതി സ്വഭാവം ദർശിച്ചു. നത്തിത്തധര എന്ന ചൊൽക്കെട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതേ മാത്രകളിൽ മുരാരിരഥ എന്ന സ്വരര സാഹിത്യം അവിടെ വെച്ച് നത്തിത്തധര മുരാരിരഥ എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. അതുപോലെ ലഥലില്ലറുത എന്നതിന് സമമാത്രയിലെ ശതവിശ്വപുര എന്നും പ്രയോഗിച്ചിരിക്കുന്നു. ഇത് വെച്ചിട്ടാണ് നമ്മളിത് കൗതുക നാട്യപ്രയോഗമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. യാതൊരു ബുദ്ധിമുട്ടുമില്ല അത് പറയാൻ. സവ്യമായിട്ട് സംഗീതാത്മകമായിട്ട് ദേവദാസികൾ അല്ലെങ്കിൽ പരുവകൾ പാടിയാടിയ കൗതുകം അപസവ്യമായിട്ട് വായിച്ചാൽ ഗദ്യരൂപത്തിലെ ഒരു വഴിപാട് വിവരമാണ്. ഇങ്ങനെ രണ്ട് രീതിയിലും അത് വായിക്കാം. ഈ ലിഖിതം ആദ്യ വരിയുടെ തെലുങ്ക് ഭാഷയിലെ തർജ്ജമയാണ്. രണ്ടാമത്തെ വരി എന്നുള്ളൊരു പ്രത്യേകത കൂടിയുള്ളത് ഞാൻ കണ്ടു. അതായത് ഒരു വരിയിലെ നൽവീമന മലയാളഴപ്പം ഭഗത മുനിജു എന്നാണ് എഴുതിയിരിക്കുന്നത്. നല്ലീമനയിലെ മലയാളത്തപ്പനായ ഭാഗവത മുനിക്ക് എന്നാണ് അതിന്റെ അർത്ഥം. ഭാഗവത മുനി എന്ന് പറയുമ്പോൾ വിഷ്ണു ആണല്ലോ. മലയാളത്തപ്പൻ ഭാഗവത മുനി. നല്ലീമന എന്നതിന്റെ തെലുങ്ക്, രണ്ടാമത്തെ വരിയിലെ നല്ലീമന എന്നതിന്റെ തെലുങ്ക് മഞ്ജുളർത്ഥജ, മലയാളഴപ്പം എന്നതിന്റെ തെലുങ്ക് മളകല്ലപ്പു, ഭഗതമുനിക്ക് എന്നതിന് സാമിസ എന്ന തെലുങ്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ അത് ഒരു 2 ഭാഷയിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിൽ 3 തൊട്ട് 7 വരെയുള്ള വരികളിൽ ആലാപം, യാഗം, ലലനകളുടെ നടനപീഠം അല്ലെങ്കിൽ നടനവീട് എന്നിവ എല്ലാ ദിവസവും നിത്യനിദാനമായിട്ട് യജമാനനെ, ഈശ്വരനെ പാടി ഉത്ഥാനം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ തുയിലുണർത്താൻ വേണ്ടിയിട്ട് ഭുവനപാല ഭഗവതിയുടെ സാടുബ എന്ന് പറഞ്ഞാൽ സാലുവ അല്ലെങ്കിൽ സാളുവ സ്വാമി സഖാധ്യക്ഷതയിൽ സ്വാമിയുടെ പത്രക്കീഴിലുള്ള കൊടിക്കീഴിലുള്ള എല്ലാ വർത്തക ശ്രേണികളും എല്ലാ പരുവകൾ ദേവദാസികളും കൂടി ഇവിടെ ഏർപ്പാടാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദ്വിഭാഷയിൽ ഒരു പൂർണ്ണവാചകം തർജ്ജമ ചെയ്തിരിക്കുന്നു എന്നത് നിത്യനിദാനത്തിൽ കൗതുകത്തിനായി സംഗീത നൃത്തവിദ്യാലയവും യജ്ഞഹോമാദികൾക്കായി അഗ്രഹാരവും വേദവിദ്യാലയവും വർത്തകശ്രേണിയും ദേവദാസി സംഘവും ചേർന്ന് ഈ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു എന്നത് ഇതൊക്കെ പ്രധാനമാണ്. മലയാളം എന്ന് മലയാള ഭാഷ
ചുരുങ്ങിയത് BC 791 തന്നെ ഉണ്ട് എന്നുള്ളതിന് തെളിവായിട്ട് അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. നല്ലീമന എന്നാൽ നല്ലിയുടെ തലസ്ഥാനം. ആദ്യമായി ഗ്രീക്കുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ അലക്സാണ്ടർ സിന്ധുദേശത്തിന്റെ തലസ്ഥാനത്തെ ഇന്ത്യക്കാരുടെ ഭാഷയിൽ സിന്ധോമന എന്നാണ് നാമകരണം ചെയ്തത്. മന എന്നത് ഒരു മലയാളം വാക്കാണ്. നെല്ലി അഥവാ നല്വി എന്നത് മഞ്ഞള്, മഞ്ജുള, മംഗള, ശ്രീ എന്നുള്ളതിന്റെ പര്യായമാണ്. ഇപ്പൊ മലയാളത്തിൽ പറയുന്നത് തിരുനെല്ലി, നെല്ലിയാമ്പതി അതിലൊക്കെ കാണുന്ന ആ വാക്കാണത്. മഞ്ജുളാർത്ഥജം എന്ന വാക്ക് മലയാളവും സംസ്കൃതവും ചേർത്തുണ്ടാക്കിയ മണിപ്രവാള പദമാണ്. മണിപ്രവാള തെലുങ്ക് പദമാണ്. സിന്ധൂത്ഥം, സിന്ധു അഥവാ കടലിൽ നിന്നുണ്ടായത്, സിന്ധുദേശം. ഇതിനെ സിന്ധുഡേസ് എന്ന് ഗ്രീക്കുകാർ വിളിച്ചു. സിന്ധൂത്ഥം പോലെയാണ് മഞ്ജുളൂത്ഥജം എന്ന വാക്ക് മംഗളം അഥവാ ശ്രീയിൽ നിന്നുണ്ടായത്, ശ്രീപുരം, ശ്രീപുത്രം ആയ ശ്രീനഗരം എന്ന നല്ലീമന.